ജയിലിലേക്ക് പോകുന്ന ഒരുപക്ഷെ കസ്റ്റഡിയിലെടുക്കുമ്പോഴും മുഖ്യമന്ത്രിയായി തുടരുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ്. ഞാൻ നോബലിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അതിഥി അടക്കമുള്ളവർ വലിയ പ്രതിഷേധത്തിന് തുടക്കമിടുന്നുവെന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. ശ്യാമിലേക്കൊന്ന് വന്നാൽ, ശ്യാം, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലും വിചാരണ കോടതിയിലുമായി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? എത്രയാണ് സാധ്യതയുള്ളത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടാൻ? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത എന്നത് വളരെ വിരളമാണ്. കാരണം ഇത് ഒന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെടുന്ന കുറ്റകൃത്യമാണ്. ഈ ദില്ലി മദ്യനയ കേസുമായി, അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED ചുമത്തിയിട്ടുള്ള കുറ്റം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ജാമ്യം കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, ദില്ലിയിലെ മുൻ മന്ത്രി മനീഷ് സിസോദിയ അടക്കം, ഒപ്പം BRS നേതാവ് K കവിത ഉൾപ്പെടെയുള്ളവർ നിലവിൽ ED കസ്റ്റഡിയിലോ അല്ലെങ്കിൽ ജയിലിലോ ഒക്കെയാണ്. ഇവർക്ക് പലർക്കും ജാമ്യം പല ഘട്ടങ്ങളിൽ നിഷേധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മനീഷ് സിസോദിയുടെ കാര്യത്തിൽ മാസങ്ങളായി ജയിലിലാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിലാണ് ഈ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് ഡൽഹിയിലെ വിചാരണ കോടതിയിൽ, പ്രത്യേകിച്ചും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ED ഹാജരാക്കും. സ്വാഭാവികമായും EDയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടും. K കവിതയെയും ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യണം എന്നതാണ് EDയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ED കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് 7 ദിവസത്തേക്ക് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം 7 ദിവസത്തേക്ക് ഈ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. ഇന്ന് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ഒപ്പം അറസ്റ്റ് തടയണം, അറസ്റ്റ് റദ്ദാക്കണം എന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ രാത്രിയോടെ തന്നെ ജയിലിൽ നിന്ന് ഭരിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ജയലളിതയുടെ കാര്യത്തിലോ ലല്ലു പ്രസാദ് യാദവിന്റെ കാര്യത്തിലോ സംഭവിക്കാത്തത് ഒരുപക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ നിന്ന് ദില്ലി ഭരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാര്യം ആശയവിനിമയം നടത്താൻ അനുവദിക്കില്ല. ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാമ്പത്തിക കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയായി തന്നെ ജയിലിലേക്ക് പോകുമോ, അതല്ല മുഖ്യമന്ത്രിയുടെ ചാർജ് ഈ അതിഥി അടക്കമുള്ളവർക്ക് നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള സൂചനകൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ